കഠിനമായ വേനൽ ചൂടിൽ എസിയും കൂളറും ഫാനും ഒക്കെ ഇട്ട് നമ്മൾ അല്പം ആശ്വാസം കണ്ടെത്തുമ്പോൾ മാസാവസാനം വരുന്ന കറണ്ട് ബില്ല് കാണുമ്പോൾ ശരിക്കും ഇതൊരു ഹാർട്ട് അറ്റാക്ക് തരുന്ന അനുഭവമല്ലേ? പല വീടുകളിലും ബില്ല് 5000-ഉം 10,000-ഉം ഒക്കെ വരുന്നത് സാധാരണയായി മാറി. എന്തുകൊണ്ട് കറണ്ട് ബില്ല് ഇത്രയധികം കൂടുന്നു? ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായ 5 വഴികളുണ്ട്. ബില്ല് പകുതിയായി കുറയ്ക്കാൻ സഹായിക്കുന്ന ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. AC ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ. ആദ്യം തന്നെ AC-യുടെ കാര്യം പറയാം. നമ്മളിൽ പലരും AC 18 ഡിഗ്രിയിലോ 16 ഡിഗ്രിയിലോ വെക്കുന്നവരാണ്. ഇത് വലിയൊരു അബദ്ധമാണ്. AC എപ്പോഴും 24 ഡിഗ്രി മുതൽ 26 ഡിഗ്രി വരെ വെക്കുന്നതാണ് ഏറ്റവും ലാഭകരം. ഓരോ ഡിഗ്രി കൂട്ടുമ്പോഴും ഏകദേശം 6% വൈദ്യുതിയാണ് നമുക്ക് ലാഭിക്കാൻ കഴിയുന്നത്. കൂടാതെ ഫാൻ കൂടി ചെറിയ സ്പീഡിൽ ഓൺ ആക്കിയാൽ മുറി വേഗത്തിൽ തണുക്കുകയും AC-യുടെ ലോഡ് കുറയുകയും ചെയ്യും. ഇത് ബില്ല് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. ഫ്രിഡ്ജിന്റെ അറ്റകുറ്റപ്പണികൾ. അടുക്കളയിലെ വില്ലൻ പലപ്പോഴും ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് എപ്പോഴും ഭിത്തിയിൽ നിന്ന് ചുരുങ്ങിയത് 6 ഇഞ്ചെങ്കിലും അകലെ വെക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ എഞ്ചിനിലെ ചൂട് പുറത്തേക്ക് പോകുകയുള്ളൂ. ചൂടോടെയുള്ള ഭക്ഷണം ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കരുത്. അത് എഞ്ചിന് അമിത ഭാരമുണ്ടാക്കും. ഫ്രിഡ്ജിന്റെ വാതിൽ അടിക്കടി തുറക്കുന്നത് ഒഴിവാക്കുക. ഫ്രിഡ്ജിന്റെ ബാക്കിലെ കോയിൽ വൃത്തിയായി സൂക്ഷിച്ചാൽ കറണ്ട് ബില്ലിൽ വലിയ മാറ്റമുണ്ടാകും. പഴയ ബൾബുകളും സ്വിച്ച് ഓഫ് ശീലവും. ഇന്നും പല വീടുകളിലും പഴയ ട്യൂബ് ലൈറ്റുകളും ബൾബുകളും കാണാറുണ്ട്. ഇവ മാറ്റി പകരം നല്ല ക്വാളിറ്റിയുള്ള LED ബൾബുകൾ ഉപയോഗിക്കാൻ ഇനിയും വൈകരുത്. ഇത് വൈദ്യുതി ചെലവ് പകുതിയിലധികം കുറയ്ക്കും. മറ്റൊരു ചെറിയ കാര്യം, ടിവിയും മറ്റും റിമോട്ട് കൊണ്ട് മാത്രം ഓഫ് ചെയ്യുന്നവരാണ് നമ്മൾ. അത് ഓഫ് ചെയ്യുമ്പോഴും സ്റ്റാൻഡ് ബൈ മോഡിൽ കുറച്ച് വൈദ്യുതി ചിലവാകുന്നുണ്ട്. അതുകൊണ്ട് ഉപയോഗം കഴിഞ്ഞാൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്. വീടിന്റെ താപനില നിയന്ത്രിക്കാം. വീടിനകത്തേക്ക് ചൂട് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഉച്ചസമയത്ത് സൂര്യപ്രകാശം വീടിനകത്തേക്ക് കടക്കാതെ കർട്ടനുകൾ അടച്ചിടുക. വീടിന്റെ മുകൾ നിലയിൽ ചൂട് കൂടുതലാണെങ്കിൽ മേൽക്കൂരയിൽ വൈറ്റ് പെയിന്റ് അടിക്കുന്നത് ചൂട് കുറയ്ക്കാൻ വലിയ രീതിയിൽ സഹായിക്കും. ഇത് AC-ക്ക് നൽകുന്ന പവർ വളരെ കുറയ്ക്കാൻ സാധിക്കും. ഇതൊക്കെ ചെറിയ കാര്യങ്ങളായി തോന്നാം, പക്ഷേ മാസാന്ത്യം ബില്ല് വരുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഇത്തരം ചെറിയ സാമ്പത്തിക അറിവുകൾ കൊണ്ട് നമ്മുടെ വലിയ ചിലവുകൾ നിയന്ത്രിക്കാം. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. കറണ്ട് ബില്ല് കുറയ്ക്കാൻ നിങ്ങൾ പരീക്ഷിക്കുന്ന വേറെ എന്തെങ്കിലും വിദ്യകളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ബിസിനസ് സാമ്പത്തിക അറിവുകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.